ഹലോ, അപ്പം നമ്മുടെ യുവിയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ്. കാരണം വീട്ടിലിരുന്ന് മടുത്തിട്ടാണ് ഞങ്ങൾ പുറത്തേക്കൊന്ന് ഇറങ്ങിയത്. അപ്പോൾ കുറച്ച് സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ കരുതി പള്ളിയിൽ പോവാം. നമുക്ക് അമ്പലത്തിലേക്ക് പോകാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വേറെ എങ്ങോട്ട് പോകുമെന്ന് ചിന്തിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ പള്ളിയിലേക്ക് പോകുന്ന കാര്യം നമ്മൾ ആലോചിച്ചത്. നമ്മൾ ലാസ്റ്റ് പള്ളിയിൽ വന്നിട്ട് പോകുമ്പോൾ പള്ളിയിൽ പെരുന്നാളൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ പള്ളി കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. അപ്പോൾ ഇപ്പം അതൊക്കെ ഇല്ലാതെ കാണുമ്പോൾ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചും കൂടി ഇറിറ്റേറ്റായിരിക്കും നമ്മൾ എപ്പോഴും പള്ളിയിലേക്ക് വരാറ്. ഈ വെട്ടവും വെളിച്ചമൊക്കെ ഉള്ള സമയത്ത് ആദ്യമായിട്ടാണ് ഇത്ര പള്ളിയിലേക്ക് വരുന്നത്. മാത്രമല്ല സാധാരണ പള്ളിയിലേക്ക് വരുമ്പോൾ നിറയെ ആളായിരിക്കും. പക്ഷെ ഇപ്പം വന്നപ്പോൾ ആളുകളൊക്കെ കുറവായിരുന്നു. പിള്ളേരെല്ലാം ഫുട്ബോളൊക്കെ കളിക്കുന്നത് യുവി ഇത്ര അടുത്ത് നിന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര കൗതുകമായിരുന്നു അതൊക്കെ കാണുമ്പം. പക്ഷെ പന്ത് ഉരുണ്ട് അവൻ്റെ അടുത്തോട്ട് വരുംതോറും അവൻ പേടിച്ച് തിരിഞ്ഞോടുകയാണ് ചെയ്യുന്നത്. എന്തുവാ യുവി വേണ്ട ബോൾ തോന്നുന്നു. അവരെന്താ ചെയ്യുന്നത്? അവരെന്താ ചെയ്യുന്നത്? ഗ്രൗണ്ടിന് പുറത്ത് നിന്ന് യുവി ഇതേ ഇങ്ങനെ കളി ആസ്വദിച്ചുകൊണ്ട് നിന്നപ്പോൾ അവൻ ഈ എൻജോയ് ചെയ്യുന്നത് ദൂരെ നിന്ന് വേറൊരു ചേട്ടൻ നോക്കുന്നുണ്ടായിരുന്നു. ആ പുള്ളി അടുത്തൂടെ പോയപ്പോൾ യുവിക്ക് പെട്ടെന്ന് നാണമാണോ ഇനി പേടിയാണോ എന്നറിയാൻ വയ്യ. അവനൊരു ഏറ് കണ്ടിട്ട് പുള്ളീനെ നോക്കിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അടുത്തൂടെ പോയപ്പോൾ. യുവി ഓരോ ദിവസവും വളരുന്നതോറും അവന് ഓരോരോ മാറ്റങ്ങളൊക്കെ ഞാനിങ്ങനെ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അവനിപ്പോൾ നാണം വന്ന് പേടി വന്ന് ഇതൊന്നും അവനില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ കുറച്ച് നേരത്തെ വന്നുകൊണ്ട് തന്നെ സമാധാനപരമായിട്ട് പള്ളിയും പള്ളിയുടെ ചുറ്റുപാടുമൊക്കെ ആസ്വദിച്ച് കണ്ട് പ്രാർത്ഥിച്ച് സമാധാനത്തോടെ നടക്കുകയായിരുന്നു. എല്ലാവർക്കും പനിയൊക്കെ വന്നിട്ട് പോയെങ്കിലും എല്ലാവരുടെ ഉള്ളിൽ ആ പനി കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഫുള്ളി അങ്ങോട്ട് ഓക്കെ ആയിട്ടില്ലായിരുന്നു. നമ്മൾ നേരത്തെ പള്ളിയിലേക്ക് വരാമെന്നിങ്ങനെ പ്ലാൻ ചെയ്തതൊന്നും അല്ലല്ലോ. പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് വന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുള്ളി മൈൻഡ് ഓക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത് തന്നെ. കുഞ്ഞിലെയൊക്കെ യുവി ഒന്ന് ചിരിച്ച് ഫോട്ടോ എടുക്കാനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവി ചിരിച്ചുകൊണ്ട് തന്നെ നമുക്കത് ഫോട്ടോ എടുക്കാൻ നിന്ന് തരുമായിരുന്നു. ഇപ്പോഴും യുവിയുടെ കാല് പിടിച്ചാൽ പോലും യുവി ഫോട്ടോ എടുക്കാൻ നിന്ന് തരത്തില്ല. അതുകൊണ്ട് അടുത്ത് നിൽക്കുന്ന മാമന്മാരൊക്കെ വഴക്ക് പറയും, അവർ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവനെ ഫോട്ടോ എടുക്കാനായാലും കുരുത്തക്കേടൊക്കെ കാണിക്കുമ്പോൾ അവിടുന്ന് അവനെ ഓട്ടിക്കുന്നതുമൊക്കെ അതുവഴിയായിരിക്കും. അങ്ങനെ അച്ഛനും മോനും കൂടെ പള്ളിയിലേക്ക് കൈയും പിടിച്ച് പ്രാർത്ഥിച്ചൊക്കെ നടക്കുകയാണ്. നമുക്ക് നമ്മുടെ കടവ് പള്ളി വരുമ്പം എനിക്ക് ചില ഇഷ്ടപ്പെട്ട ചില ഏരിയയൊക്കെ ഉണ്ട്. അതിലേറ്റവും പ്രിയപ്പെട്ട ഏരിയയാണ് നമുക്ക് കണ്ട് ഇവിടെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഉപ്പൊക്കെ നേർച്ചയായിട്ട് വെക്കാറുണ്ട്. ഇവിടെ നമ്മളൊന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മളിവിടെ നമ്മുടെ ആഗ്രഹമോ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയോ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ എഴുതി വെക്കാറുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് തേവള്ളി കായലാണ്. നേരിട്ടൊക്കെ ഇത് കാണാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഞാൻ എത്രയൊക്കെ വീഡിയോ എടുത്തിട്ടും അത്രത്തോളം ഭംഗിയൊന്നും ഈ വീഡിയോയ്ക്കകത്തൊന്നും വന്നിട്ടില്ല കേട്ടോ. നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അതുകൊണ്ട് ഞങ്ങളൊരു റൗണ്ട് പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് പിന്നെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുകയായിരുന്നു. ഞാൻ യുവി പറയാം, അമ്മ ഞാൻ ഇങ്ങനെ നിൽക്കാം, എൻ്റെ ഫോട്ടോ ഇവിടെ നിന്ന് എടുത്തു തരാൻ വേണ്ടി പറയുമായിരുന്നു. അങ്ങനെ എടുത്തുകൊണ്ട് ഇരുന്നപ്പോൾ വഴിയിൽ കൂടെ ആരോ നടന്നു പോയേന് നാണം കൊണ്ട് അവൻ തിരിഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ അവനെ വെറുതെ അവിടുന്ന് മാമൻ വരുന്നു പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് അവനെ അവിടെ നിന്ന് കൊണ്ടുപോയത്. എൻ്റെ ഏട്ടൻ്റെ മൈൻഡ് ഒട്ടും ഓക്കെ അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഏട്ടൻ സമാധാനമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് തന്നെ അത് കണ്ടപ്പോൾ ഒരു സമാധാനമായിരുന്നു. ഏട്ടൻ ഈ ഫാനിൻ്റെ കാറ്റടിക്കുന്ന കാരണം ചുമയും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് കുറച്ച് ദൂരെ മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യുവിക്ക് തണുപ്പായാലും മഴയായാലും ചൂടായാലും ഫാൻ നിർബന്ധമാണല്ലോ. റൂമിൽ 2 ഫാനാണ് അവന് വേണ്ടിയിട്ട് ഇരിക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരിടം എന്ന് പറയുന്നത് ഇവിടെയാണ്, എൻ്റെ പുണ്യാളൻ്റെ ഇടം. സങ്കടവും സമാധാനവും സന്തോഷവും ഇവിടെ കിട്ടും. ഇത് നമ്മുടെ പെരുന്നാൾ നടക്കുമ്പോഴത്തുള്ള നമ്മുടെ പള്ളിയായിരുന്നു. ഇങ്ങനെയായിരുന്നു നമ്മുടെ പള്ളി പെരുന്നാൾ നടക്കുമ്പോൾ.
ഉന്നത